ഹായ്, ഞാൻ ഈ ഒരു വിഷയം കുറേ ദിവസമായിട്ട് കണ്ടതാണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് കമൻറ്റ് കണ്ടപ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഈ വിഷയത്തിനെ ബേസ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയിട്ട് ചെയ്യുന്നതാണ്. എനിക്ക് കുറച്ച് സൗണ്ടൊക്കെ ഉണ്ടാകും, ബിക്കോസ് ഞാൻ ഔട്ട്സൈഡാണ്. എക്സ്ക്യൂസ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക പ്ലീസ്, അത് റിക്വസ്റ്റാണേ. ഈ വിഷയത്തിൽ കിച്ചുവിനെ വെച്ചുകൊണ്ട് പറയുന്നതാണ്. ശ്രീലക്ഷ്മി പറയുന്ന ഒരു കാര്യമാണ്. അപ്പം എൻ്റെ പേര് ശ്രീലക്ഷ്മി ആണോന്നും എനിക്കറിയില്ല. അപ്പം ഇവിടെ കുറേ ദിവസമായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആ കുട്ടീനെ പറ്റി വളരെ മോശമായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. രേണുവിനും രേണുവിൻ്റെ കൂട്ടുകാർക്കും ഏറ്റവും ഇഷ്ടം കിച്ചുവിനെ ആക്രമിക്കുന്നതാണ്. കിച്ചു എന്ത് തെറ്റ് ചെയ്തു എന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത് ഫുള്ള് ഡ്രാമയാണെന്ന് നമ്മൾ പറയുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യവും അത് തന്നെയാണ്. ഈ പെണ്ണ് പിന്നെ സുധിയോട് കാണിക്കുന്ന പ്രണയം, സുധി അവളെ ജീവനാണ് എന്നൊക്കെ കാണിക്കുന്നത് മുഴുക്കം നുണയാണെന്നും അവൾക്ക് കാര്യം സാധിക്കാനാണെന്നും നമ്മളീ കൊടുക്കുന്ന പേയ്മെൻറ്റും നമ്മളീ കൊടുക്കുന്ന കെയറും അവൾക്ക് കിട്ടുന്ന അവസരങ്ങളും ഒക്കെ കിച്ചുവിന് കിട്ടേണ്ടതാണ് എന്നുള്ളതും ഒരു അവയർനെസ്സും കൂടെ ചെയ്യാനാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോയ്ക്കകത്ത് അവൾ പറയുന്നത് കേൾക്കാം. 18 എന്തോ സംതിങ് അത്രയും പ്രായമുള്ളപ്പോഴാണെന്ന് തോന്നുന്നു സുധിച്ചേട്ടൻ മരിക്കുന്നത്. അവൻ അറിവായ കൊച്ചല്ലേ. ആ സമയം മുതൽ ഇപ്പൊ അവന് 10, 22, 23 വയസ്സ് കാണുമല്ലോ, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പൊ ഈ ഇത്രയും പ്രായം ഇപ്പോഴാണ് അവന് തോന്നിയത് അവൻ ട്രോമയിലായിരുന്നു, അങ്ങനെയായിരുന്നു, ഈ അമ്മ വന്നോണ്ട് ഇങ്ങനെയായി, അങ്ങനെയായി, ആ അമ്മ വന്നോണ്ട് ഇങ്ങനെയായി, അങ്ങനെയായി, ഇപ്പോഴാണോ തോന്നിയത്? ഈ യൂണിവേഴ്സിനെ പറ്റി വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ ശരിതെറ്റുകളെ പറ്റി പറയാൻ ഞാൻ ആളല്ല. പക്ഷെ ഒരാൾ അയാളുടെ ചൈൽഡ്ഹുഡിലോ ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു ട്രോമയൊക്കെ അനുഭവിക്കുമ്പം അത് അയാൾ അപ്പം തന്നെ പുറത്തു പറയണമായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴാണോ അത് പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് ഒരു അബ്സർഡ് തിങ്കിങ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഒരു അബ്യൂസോ ട്രോമയൊക്കെ നമ്മൾ അനുഭവിക്കുമ്പം അതിൽ നിന്ന് ഓവർകം ചെയ്യാനും അത് ഫിഗർ ഔട്ട് ചെയ്യാനും അത് പുറത്ത് പറയാൻ നമുക്ക് ധൈര്യം ഉണ്ടാക്കാനൊക്കെ നമ്മൾ എടുക്കുന്ന ഒരുപാട് സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ റെസ്പെക്ട് ചെയ്തേ പറ്റൂ. ഈ വീഡിയോ ശ്രീലക്ഷ്മി പറഞ്ഞതിനെ ബേസ് ചെയ്തിട്ടാണ് മറ്റേ കുട്ടി വീഡിയോ ചെയ്തിരിക്കുന്നത്. ആ കൊച്ചു പറഞ്ഞതാണ് അതിന്റെ കറക്റ്റ് സാധനം. കാരണം ഒരാൾക്ക് എന്തെങ്കിലും രീതിയിൽ ഇങ്ങനെ ഒരു വിഷമം ഉണ്ടായാൽ ആ സമയത്ത് അയാൾക്ക് പ്രതികരിക്കാൻ കഴിയണമെന്നില്ല. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകണമെന്നില്ല. ഡിഫറെൻ്റ് ആണ്, പലർക്കും ഡിഫറെൻ്റ് ആയിട്ടാണ് ഓരോ വൈഷമ്യങ്ങൾ വരിക. അത് എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. എനിക്ക് ഇതിനകത്ത് മനസ്സിലായ ഒരു കാര്യം, 2 പേരുടെ കമൻസ്. ഒന്ന് കിച്ചുവിൻ്റെ കമൻസ് കറക്റ്റാണ് എന്നുള്ള കമൻറ്റ്, 2 ആദില നൂറയുടെ കമൻസ് അതിന് താഴെയുണ്ട്. ഈ 2 പേരും എനിക്ക് തോന്നുന്നു ആദിലായിരിക്കാനാണ് ചാൻസ്. ആദില നൂറയ്ക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം ഞാൻ ഓരോ കുടുംബക്കാരുമായിട്ടൊക്കെ സംസാരിച്ചതിൽ നൂറ് അത്ര കുഴപ്പത്തിലൊന്നും ഉണ്ടായിരുന്നു കിട്ടിയില്ല. പക്ഷെ ആദില ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ടെന്നുള്ള. ഇതെന്തുകൊണ്ട് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. നമ്മളുടെ ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിധിവരെ നമ്മളാണ് കാരണം. നമ്മൾക്ക് റിയാക്ട് ചെയ്യാൻ അറിയാത്തത് കൊണ്ടല്ലേ നമുക്ക് ഇത്രയും സമയം എടുക്കേണ്ടി വന്നത്. അപ്പോൾ കിച്ചുവിൻ്റെ വിഷയത്തിലും അത് തന്നെയാണ്. കിച്ചു റിയാക്ട് ചെയ്യേണ്ട സമയങ്ങളിലൊന്നും റിയാക്ട് ചെയ്യാതെ മൗനമായിട്ടിരുന്ന് ഇത് അനുവദിച്ചു കൊടുത്തത് കൊണ്ടാണ് കിച്ചുവിന് അത് ഫേസ് ചെയ്യേണ്ടി വന്നത്. അവസാനം ഒക്കെ ഞാനും ഇവളും തമ്മിലുള്ള യുദ്ധം കണ്ടപ്പോഴാണ് അവന് കുറച്ചൊക്കെ കോൺഫിഡൻസ് വന്നത്. തീർച്ചയായിട്ടും ആ കുട്ടി ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചില്ലേ. അവൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നും അവൻ്റെ പേർക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ വരുമെന്നും ഇതൊക്കെ തെളിവ് വയ്ക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ടാണ് അപ്പുറത്ത് അനങ്ങാതിരിക്കുന്നത്. അല്ലെങ്കിൽ അവൾ കൊന്ന് കൊലവിളിക്കും കുട്ടീനെ. ഇപ്പം നോക്കൂ, ഇവളെ സപ്പോർട്ടേഴ്സ് കിച്ചുവിനെയാണ് ആക്രമിക്കുന്നത്. ഏറ്റവും കൂടുതൽ എന്നെക്കാൾ ഉപരി കിച്ചുവിനിട്ടാണ് അവർ കൊടുക്കുന്നത്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? കിച്ചു ടാർഗറ്റഡ് ആണ്. അപ്പം അവൻ പറഞ്ഞ കാര്യം ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നമുക്ക് കുറച്ചു പേർക്ക് മനസ്സിലായി എന്നുള്ളതാണ്. ഇപ്പം വീണ്ടും 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 കിച്ചുവിനെ നോവിക്കാൻ വേണ്ടി പല കാര്യങ്ങളും കാണിച്ചു വിടുന്നുണ്ട്. അവളുടെ ചേട്ടത്തിയുടെ കുട്ടീനെ വെച്ചിട്ട് അവനെയും വെച്ച് ഋത്തപ്പനെയും വെച്ചിട്ട് പിന്നെ ചേട്ടനാണെന്നും ചേട്ടനുണ്ടെന്നും അങ്ങനെ റീപ്ലേസ്മെന്റ് നടത്തി എന്നൊരു മെസ്സേജ് കിച്ചുവിലേക്ക് എത്തിക്കുകയാണ്. ഇവക്ക് ഭ്രാന്തം കണ്ടാണ്. അവനും ഉണ്ട് അവിടെ ബന്ധുക്കൾ. ഞാൻ അവിടെ ചിലപ്പോൾ 2 കുട്ടികൾ നിൽക്കുന്നുണ്ട്. ചേട്ടൻ്റെ സുധിയുടെ ചേട്ടൻ്റെ മക്കൾ അവിടെ നിൽപ്പുണ്ട്. അവനെന്താ ഒറ്റയ്ക്ക് ഉള്ളതാണോ? അവരുണ്ടല്ലോ, അവന് സിസ്റ്റർ ആയിട്ടുണ്ട്. ഇനി ഇത് പോട്ടെ, ഇവന്റെ അമ്മയ്ക്ക് ഒരു മകനുണ്ട്, ആ കുട്ടിയുടെ അമ്മയ്ക്ക് ഒരു കുട്ടിയുണ്ട്, സഹോദരൻ അവിടെ, സിബ്ലിങ്സ് അവന് ആവശ്യം പോലെ ഉണ്ട്. പക്ഷെ ഇത് പർപ്പസ്ലി അവനെ ടാർഗറ്റ് ചെയ്ത് കുത്തുകയാണ് സ്ത്രീ. അതാ ഞാൻ പറഞ്ഞ, ഇവർ നിലമറന്ന് എണ്ണതൊക്കെയാണ്. ഇവരെന്താ ഈ കാണിക്കുന്നേ? അവൻ അതിനകത്തൊന്ന് അങ്ങനെ പറയുമ്പോൾ അവൻ അനുഭവിച്ച ഡ്രോമ എത്രത്തോളം ഉണ്ടെന്ന് അവിടെ വ്യക്തമാക്കുന്നുണ്ട്. പലരും പകച്ച് പണ്ടാരടങ്ങി നിൽക്കുന്ന സ്റ്റേജുകളുണ്ട്. ഇങ്ങനത്തെ കുറേ വിഷമതകൾ വരുമ്പം ഇത് മെയിനായിട്ട് വരുന്നതിൻ്റെ ഒരു റീസൺ എന്താണെന്നറിയാം? ഭയം. നമ്മൾ ചെറിയ കുട്ടികളെ വളർത്തുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കും, ഇത് പാടില്ല, അത് പാടില്ല, അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത്. ചില കുട്ടികൾ കുറച്ച് ഓവർ പക്വതയോടുകൂടി സംസാരിച്ചാൽ അവരോട് എന്തു പക്വത, അമ്മുമ്മയാണോ, നീ ഇങ്ങനെയാണോ സംസാരിക്കണം, ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത്, ഇങ്ങനെ കുറേ ചട്ടം പഠിപ്പിക്കുന്നതാണ്.
സത്യത്തിൽ ബോൾഡായ കുട്ടികൾ അങ്ങനെ സംസാരിക്കണം, അങ്ങനെ തന്നെ പെരുമാറണം. അതെന്തുകൊണ്ടെന്നറിയാമോ? അങ്ങനെയുള്ള കുട്ടികൾക്ക് ഭാവിയിൽ ഇതുപോലെ ഡ്രോമ വരികയോ ഒന്നും ഉണ്ടാവില്ല. അവർക്ക് ഇങ്ങനത്തെ ഒരു വിഷമങ്ങളും ഉണ്ടാവത്തില്ല. നല്ല ആക്റ്റീവായിട്ട് നമുക്ക് നേടേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ പറയണം. നമ്മൾ പറയണം നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് നമ്മളാണെന്ന് നിശ്ചയിക്കുക, നാട്ടുകാരല്ല. നാട്ടുകാരുടെ ഔദാര്യം വാങ്ങി നക്കുന്നവർക്ക് അത് കേൾക്കേണ്ടി വരും. അല്ലാതെ നമ്മളാണ് നമ്മുടെ രാജാവെങ്കിൽ നമ്മൾക്കിത് കേൾക്കേണ്ട ഒരു കാര്യമില്ല. ഇവളുടെ ഡ്രസ് കോഡും ഇവളുടെ ഇതും ഒന്നും ഞാൻ പറയത്തില്ല. അവൾക്ക് തോന്നിയാണെങ്കിൽ ജീവിക്കാം, അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല. അവൾക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ ജീവിക്കാം. പക്ഷെ സുധിയുടെ ഭാര്യയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇൻട്രൊഡക്ഷൻ കൊണ്ടുവരരുത്. കൊണ്ടുവന്നാൽ സുധിയെ സ്നേഹിക്കുന്നവർ അവൾ ആക്രമിക്കും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതിൽ കിച്ചു ആ ഒരു ലവ് കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് അറിയാമോ? അവൻ പറയാൻ ആഗ്രഹിച്ച ആ പെൺകുട്ടി പറഞ്ഞു, അതവന് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നില്ല. അവനത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരോടും ഒറ്റപ്പെടുത്തുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു, അവൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ കുട്ടിക്ക് അത് പറയാൻ പറ്റാതെ അത് വിഷമിച്ചത്. ഇതേപോലെ ആദിലയുടെ കേസും അങ്ങനെ ആയിരിക്കാം. ആദിലയുടെ ഞാൻ അസ്യൂം ചെയ്യുന്നതാണ്, കറക്റ്റ് കഥ എനിക്കറിയില്ല. ആ കുട്ടിയുടെ ഫാദർ എന്തോ അവളെ ചീത്തയാക്കാനായിട്ട് പിടിച്ചു എന്ന് പറയുന്നു. അവിടെ റിയാക്ട് ആ കുട്ടിയെ കൊണ്ട് ഒത്തിട്ടില്ല എന്നാ പറയുന്നത്. എന്തുകൊണ്ട് പറ്റിയില്ല? ആ പിതാവിനോട് അവിടെ വെച്ച് സംസാരിക്കാനുള്ള കഴിവുണ്ടാകണം, ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് അതാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്തെടുക്കാൻ സാധിക്കുന്നത് സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് ലവ് ആണ്. അതുള്ളവർക്ക് ലൈഫിൽ ആരോടെയും ഒന്നിനും തവച്ചാനിച്ച് തലൊണിച്ച് നിൽക്കേണ്ടി വരത്തില്ല. പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, നിങ്ങളെ കാണുമ്പോൾ ഭയങ്കര ഇൻസ്പിറേഷനാണ്, മോട്ടിവേഷനാണ്, നിങ്ങളിതെങ്ങനെ സാധിക്കും, നിങ്ങളിതെങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സൈബർ ബുള്ളിങ് എങ്ങനെ ഓവർകം ചെയ്യുന്നത്? സൈബർ ബുള്ളിങ് ഹെക്ടിക്കാണ്, ഭയങ്കര ദേഷ്യം വരുന്ന ഒരു സംഗതിയാണ്. എനിക്കാണെങ്കിൽ നമ്മളെ മാന്യം മര്യാദയ്ക്ക് വിമർശിക്കുന്നവരുടെ അടുത്ത് എനിക്കൊരു ദേഷ്യവും വരാറില്ല. പക്ഷേ പച്ച തെറി എഴുതി വെക്കുമ്പോൾ നമുക്ക് വല്ലാണ്ട് വരും. ഭയങ്കര തെറികളൊക്കെ എഴുതി വെക്കും. സെക്ഷ്വലി അങ്ങ് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള കമൻസ് ഒക്കെ വരും. അപ്പോഴൊക്കെ ദേഷ്യം വരാറുണ്ട്. പക്ഷെ അത് ഓവർകം ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ, അവർ പറയണതൊന്നുമല്ല നമ്മൾ. ഇപ്പം ഇതിന് വേറൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റ് ഇങ്ങനെയായിരുന്നു, നിങ്ങൾക്ക് എല്ലാവരെയും പറയാം, നിങ്ങളെ പറഞ്ഞാൽ നിങ്ങൾ കേസ് കൊടുക്കുമെന്ന്. അതിൻ്റെ ഒരു വ്യക്തതയും കൂടെ ഇതിൻ്റെ കൂടെ പറയാനുണ്ട്. എനിക്ക് എതിരെ നിങ്ങൾക്ക് പറയാം, ഞാൻ കൊള്ളത്തില്ലെന്നോ, ഞാൻ കുഴപ്പക്കാരിയാണെന്നോ, ഞാൻ ഭയങ്കര ബഹളക്കാരിയാണോ, തെറിക്കാരിയാണെന്നോ, അതൊക്കെ നിങ്ങൾ പറയാം, അതൊക്കെ ഫാക്റ്റ് ആയിരിക്കാം. പക്ഷേ എനിക്ക് ചട്ടുകാലുണ്ട് എന്ന് പറഞ്ഞാൽ അത് വൈകല്യമുള്ളവരെ കളിയാക്കുന്നതാണ്. 2, എനിക്ക് 4 മാപ്പിള നടന്നു പറഞ്ഞാൽ ആ മാപ്പിളമാരെ നിങ്ങൾ കൊണ്ടുവന്ന് വെക്കണം. എനിക്ക് പെൺവാണിഫ് ഉണ്ടെന്ന് പറഞ്ഞാൽ തെളിവ് വയ്ക്കണം. ഞാൻ പണം തട്ടിപ്പ് നടത്തിയെന്ന് പറഞ്ഞാൽ തെളിവ് വയ്ക്കണം. എനിക്കെതിരെ പരാതി ഉണ്ടായിരിക്കണം. ഇതൊന്നും ഇല്ലാത്തടത്ത് ഇത്തരം വർത്തമാനങ്ങൾ എടുക്കത്തില്ല. ഇവിടെ നിയമവ്യവസ്ഥ ഉള്ളത് അതിനാണ്. അതുകൊണ്ടാണ് അതിനെതിരെ കേസിന് പോകുന്നത്. അല്ലാതെ പിന്നെ അതേപോലെ എനിക്ക് എല്ലാവരെയും എല്ലാം പറയാന്നല്ല, തെളിവുകൾ വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോഴും ഈ ഒരു വീഡിയോ ഞാൻ കൊണ്ടുവന്ന് വെച്ചു, അതിൻ്റെ ഒപ്പം അവൻ അവിടെ ഒന്ന് കമൻറ്റ് ഇട്ടത് കൊണ്ടുവച്ചു, എന്നിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ തെളിവ് വെച്ചേ സംസാരിക്കുന്നുള്ളൂ. പിന്നെന്തിനാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടുവരുന്നത്? കിച്ചുവിനെ കളിയാക്കാനാണ് ഈ സ്ത്രീ ഇങ്ങനത്തെ കുറേ വീഡിയോസൊക്കെ ഇടുന്നതെങ്കിൽ രേണുവിന് കഥ അറിയാത്തത് കൊണ്ടാണ്. ഇപ്പം എത്രയോ അമ്മമാർ അവൻ്റെ ഒപ്പമാണ്, എത്രയോ കുട്ടികൾ അവൻ്റെ ഒപ്പമാണ്. എൻ്റെ മക്കൾ 2 പോയി നിന്നിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞാൽ പേടിക്കല്ലേ സഹോദരൻ, നമ്മളൊക്കെ ഉണ്ട്, ഞാൻ നിൻ്റെ ചേട്ടനാ, നീ എൻ്റെ വീട്ടിലേക്ക് പോരും, ഒരു കുഴപ്പമില്ല, നമുക്കവിടെ എൻജോയ് അടിച്ചു പൊളിക്കാൻ പോരെ. അനിയനും അത് തന്നെ പോയി പറഞ്ഞത്, എൻ്റെ ഒപ്പം പോരെ, ഒറ്റയ്ക്കാന്ന് വിചാരിക്കല്ലേ, പോരെ എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ഞങ്ങളത് വെറുതെ വാക്കും പറഞ്ഞതുമല്ല. അങ്ങനെ വെറും വാക്ക് പറയാത്ത ഒത്തിരി പേര് അവൻ്റെ ചുറ്റുമുണ്ട്, അവൻ്റെ കൂട്ടുകാരുണ്ട്. അവൻ തനിച്ചല്ല, അങ്ങനെ ഒരു തോന്നൽ അവനില്ല. പിന്നെ ബേസിക്കലി നമ്മളെല്ലാവരും ഒറ്റയ്ക്കാണ്. ഞാനും ഒറ്റയ്ക്കാണ്. എനിക്ക് മക്കളുണ്ട്, ഭർത്താവുണ്ട്, അമ്മ ഉണ്ട്, അച്ഛനുണ്ട്. ഇതൊക്കെ നമുക്ക് പറയാമെന്നല്ലാതെ ബേസിക്കലി നമ്മൾ ഒറ്റയ്ക്കാണ്. അത് നമുക്ക് തിരിച്ചറിവായിരിക്കും. ഓരോ മനുഷ്യരും മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, നമുക്ക് നമ്മളേ ഉള്ളൂ. നമുക്ക് കൈ മുറിഞ്ഞാൽ ആ വേദന അമ്മ മനസ്സിലാക്കി, അച്ഛൻ മനസ്സിലാക്കി എന്നൊക്കെ പറയണ പുളുക, ആ വേദന നമുക്കല്ലേ മനസ്സിലാവുള്ളൂ. വലിയ അവർ കണ്ടിട്ട് വിഷമം പറയണം, അത്രയല്ലേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഓരോ വിഷയങ്ങളും. നമ്മുടെ നഷ്ടം നമ്മുടേതാണ്, നമ്മുടെ ലാഭവും നമ്മുടേത് തന്നെ. നമ്മൾക്ക് നമ്മളാണുള്ളത്. ആത്യന്തികമായി നിങ്ങളെ സ്നേഹിക്കാൻ പഠിക്കുക. ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന ഡിലേ ചെയ്യും മക്കളോടുള്ള സ്നേഹം കൊണ്ടാണ്. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന എക്സ്പെൻസിന് പകരം അവർക്ക് കിട്ടട്ടെ എന്നൊരു ടൈം പോകും. അത് നമ്മുടെ ലവ് അല്ല, സെൽഫ് ലവ് അല്ല, നമ്മൾ സ്വയം കൊല്ലുകയാണ്. ആക്ച്വലി മക്കളോടുള്ള സ്നേഹമല്ല. മക്കളെ സ്നേഹിക്കുന്ന ഒരു അമ്മയാണെങ്കിൽ ആ മക്കൾക്ക് ഒരുപാട് കാലത്തേക്ക് ഞാൻ വേണം എന്നൊരു ബോധം ഉണ്ടെങ്കിൽ ഞാൻ എന്നെ ചികിത്സിക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ അതും കറക്റ്റ് അല്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ വീഡിയോയും അവളുടെ ആ ഡ്രാമയും ഇത് രണ്ടും കൂടെ കണ്ടപ്പോൾ സത്യത്തിൽ സങ്കടം തോന്നിയിട്ട് ചെയ്ത വീഡിയോയുടെ കിച്ചു എന്ന് പറയുന്ന കുഞ്ഞിനെ ഒറ്റപ്പെടുത്താനായിട്ട് ഇവർ വൻ സംഘം ഇറങ്ങിയിട്ടുണ്ട്. ഭയങ്കരമായ ആക്രമണമാണ് കിച്ചു നേരിടുന്നത്. അവനെ കഞ്ചാവടിയനാക്കി, അവനെ ഇല്ലാത്ത പ്രശ്നത്തിലേക്ക് ഉണ്ട്. ഇനി കഞ്ചാവിൻ്റെ കേസ് പറ, അവനത് കഴിച്ചില്ലെങ്കിലല്ലേ അതിശയുള്ളൂ. വീട്ടിൽ നാഥനില്ല, അച്ഛൻ ഡ്യൂട്ടിക്ക് പോകുന്നു, അച്ഛൻ അമ്മമാരെ മാറുന്നു എന്നതിനപ്പുറം ഈ അമ്മമാർക്കൊക്കെ അച്ഛൻ്റെ ഫെയിം മതി. ഒരാൾക്കും അവനോട് കെയറില്ല. അവനെ ഉൾട്ടാ പഠിപ്പിക്കാനും അവനെ അങ്ങ് എന്തോ ഭരിക്കാനുമാണ് ഇവളുമാർ വരുന്നത്.
അവന് വേണ്ടത് അണച്ചു പിടിക്കലും സ്നേഹവുമാണ്. പകരം അവരെ ഭരിക്കാൻ കയറുന്നു, തല്ലാൻ കയറുന്നു. ഇതാണ് അവന് സഹിക്കാൻ പറ്റാത്തത്. ഇപ്പോൾ അവൾ നിസ്സാരമായിട്ട് അങ്ങ് പറഞ്ഞു, അവൻ എന്നെ വേണ്ടെങ്കിൽ എനിക്കും അവനെ വേണ്ട, ഞാനങ്ങ് കളയുകയാണെന്ന്. എന്ത് സിമ്പിളാ. അവൻ്റെ അച്ഛൻ്റെ പേരിൽ കിട്ടിയ വസ്തു, വീട്, എല്ലാ സൗഭാഗ്യങ്ങളും അവൾക്ക് ഉണ്ട്. ഞാൻ പലരും വന്ന് പറയുന്ന ഒരു കമന്റാണ്, അവളെ ജീവിക്കാൻ വിടുമെന്ന്. നമ്മൾ അവളെ പിടിച്ചു വെച്ചിട്ടില്ല, അവൾ ജീവിച്ചോട്ടെന്നേ. പക്ഷേ സുധിയുടെ പേര് പറയരുത്. അവൾ രേഷ്മയാണ്, അങ്ങനെ പറയുക. സുധിയുടെ പേര് പറഞ്ഞിട്ടുള്ള ഈ ഡ്രാമ കാണിക്കുമ്പം സുധിയെ സ്നേഹിക്കുന്നവർക്ക് കലിപ്പളവും ഓരോന്ന് പറയും. അതാണ് സംഭവിക്കുന്നത്. ഷെഫീനക്ക് അതുകൊണ്ടൊന്നും കലിപ്പളവത്തില്ല. സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് റോങ് ആണ്. സബ്സ്ക്രിപ്ഷൻ, വട കാണിക്കൽ, വട ചെറുത്, ഇതൊക്കെ ഒരു സ്ത്രീക്ക് ശോഭ കൊടുക്കുന്ന വർത്തമാനങ്ങളല്ല. അതുകൊണ്ടാണ് അതിനെ ഒപ്പോസ് ചെയ്യുന്നത്. അക്കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. തീർച്ചയായിട്ടും സ്റ്റോപ്പ് ചെയ്യത്തില്ല. ഞാനിപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കിച്ചുവിനെ ഇഷ്ടപ്പെടുന്നവർ കിച്ചുവിൻ്റെ ചാനലിലേക്ക് പോവുകയും അവിടെ എഴുതി വെക്കുകയും ചെയ്യണം. അവൻ വായിക്കും, അവന് മനസ്സിലാകണം നമ്മളൊക്കെ അവൻ്റെ ഒപ്പമുണ്ട്, അവൻ തനിച്ചല്ല എന്നുള്ളത്. ഈ ഒരു വീഡിയോയുടെ താഴെ ആ കുട്ടി വന്ന് ആ കമൻറ്റ് ചെയ്തപ്പോൾ എനിക്ക് സങ്കടം തോന്നി. ഇവളോട് പുച്ഛവും അറപ്പും വെറുപ്പും തോന്നി. ഇവളെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇവക്ക് വേണ്ടി ഈ വർത്തമാനം പറയുന്ന ഇവർ ആക്രമിക്കുന്നത് സുധിയുടെ മകനെ തന്നെയല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ സുധിയെ ഇവൾ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.